ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നല്ല ക്ഷീണുണ്ട്, കാരണം പലതരം പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ 3G ഡേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. രണ്ട് ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് വന്നിട്ടുള്ളത്. ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് പറയുന്നത് മാത്രമല്ല, കൂലി എന്ന് പറയുന്നത് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം ആണ് ഇന്ത്യൻ സിനിമ. രണ്ടാം സ്ഥാനത്ത് ഉള്ള, അതായത് സെക്കൻഡ് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിമാണ് വാർ 2. വാർ 2 ആകെ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, കൂലി അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ കൂലി അങ്ങോട്ട് ഫ്ലോപ്പായി കഴിഞ്ഞപ്പോൾ അത് ഫസ്റ്റ് FDFS പോയി കണ്ട് ആകെ മൂഞ്ചി തിരിഞ്ഞു വരുന്ന ആളുകൾ വാറിന് കയറി കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ കിട്ടും എന്നുള്ളതായിരുന്നു. അതാണ് ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നത് അത് കാണുന്നത് വരെ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ പൊന്നളിയന്മാരെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി ഇന്റർനാഷണൽ ചളി ചീഞ്ഞ പണം. ഇത്രയും പറയണം, അപ്പോഴും നമുക്ക് സമാധാനം കിട്ടണം. കാരണം എന്ത് പ്രതീക്ഷയൊന്നുമില്ല. നോക്കുക, സ്പൈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ടൈഗർ ഷറഫ്, ഇവരുടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാറ് തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നല്ല പടമായിരുന്നു വാറ്. വാർ 2ലേക്ക് വരുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അത് എനിക്ക് തെറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബ്രഹ്മാസ്ത്രയുടെ സംവിധായകനാണ്. ഹേ ജവാനി ഹേ ദിവാനി ഒക്കെ പുള്ളിക്കാരൻ ചെയ്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ് കേട്ടൊരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്തൊന്നും നോക്കിയിട്ടില്ല. അയാൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. അയാൾ നല്ല അടിപൊളി ഡയറക്ടറാണ്. ബ്രഹ്മാസ്ത്ര നല്ല മൂവിയാണ്. ഹേ ജവാനി ഹേ ദിവാനി ആണെങ്കിലും നല്ല സിനിമയായിരുന്നു. പക്ഷെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. സ്പൈ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ ആ ഒരു സംഭവം തന്നെ സത്യം പറഞ്ഞാൽ കേരളീയനെ സംബന്ധിച്ചുള്ള ഭയങ്കര ഒട്ടും ഒരു സുഖമില്ലാത്തൊരു പരിപാടിയാണ്. ഇതിങ്ങനെ സംഭവിക്കുകയാണല്ലോ. സ്പൈ വരുന്നു, അവരങ്ങനെ പോകുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, ഇതാവുന്നു. ഇവിടെ ഹൃത്തിക് റോഷൻ വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹൃത്തിക് റോഷൻ ഓക്കെ, പുള്ളിക്കാരന്റെ സിനിമകൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള നല്ല സിനിമകളാവും. ഇനിയിപ്പോ പടം ഫ്ലോപ്പോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ലോക ബ്ലണ്ടർ ആവുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഇവിടെ പക്ഷെ ഗ്രാഫിക്സ്, ഫൈറ്റ് എന്ന് വേണ്ട, സ്ക്രിപ്റ്റ്, കാര്യങ്ങൾ, ഇത് കാട്ടവരാതം കാണിച്ചു വെച്ച പോലത്തെ ഒരു ഫീൽ. കാരണം കാണുന്ന ആളുകളെ മണ്ടന്മാരാക്കണം. ഒരു എന്താ പറയുക, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു മര്യാദയൊക്കെ വേണ്ടേ? അങ്ങനത്തെ സംഭവം. തന്തേക്കാൾ മോശം എന്ന് പറഞ്ഞ പോലെ വന്ന സ്പൈ യൂണിവേഴ്സിൽ ഏറ്റവും മോശം അവസ്ഥ. ഇപ്പൊ ലോക്കിന്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ലോകേഷ് ചെയ്തിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും മോശം പടമാണ് കൂലി. എനിക്ക് എന്റെ ഫീലിംഗ് അങ്ങനെ തന്നെയാണ്. ഏറ്റവും മോശം പടമാണ് കൂലി. ഒരു ആവറേജ് കിട്ടിയവരുണ്ടാവാം. മേ ബി ഇതൊരു അബോ ആവറേജ് എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പോലും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്റെ കൂടെ വന്നിട്ടില്ല, ഞാൻ 2-3 ആൾക്കാരാണ് പോയത്. കൂടെ വന്നിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ട് ഇപ്പോൾ ആവറേജ് കുഴപ്പമില്ലാത്ത പടം എന്നൊക്കെ. എനിക്ക് അങ്ങനെ പോലും അത് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള, നമ്മൾ ഇപ്പൊ മലങ്കൾട്ട് പടം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തത്. ഗ്രാഫിക്സ് ഒക്കെ വളരെ മോശം, തീരെ മെച്ചമില്ലാത്ത ഗ്രാഫിക്സ് ആണ്. അത് നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഈ മഞ്ഞ് ഉള്ള ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ലേ, ട്രെയിലർ കണ്ടിട്ടില്ലേ? ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും ആ സ്ഥലത്ത് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ എണീറ്റ് വെക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരാള് ഹിന്ദിയിൽ ഈ സൗണ്ടിൽ ഇങ്ങനെ പറയും കുറച്ച് കാര്യങ്ങൾ. തുമാരായേക്ക് സംഭവം മറ്റേ കുറച്ച്, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ NTR ഇങ്ങനെ എണീക്കും, രണ്ടുപേരും ക്ലാഷ് പരിപാടി. ഇതെല്ലാത്തിലും സ്പൈ യൂണിവേഴ്സിൽ മൊത്തം ഇത് തന്നെയാണ് പരിപാടി. രണ്ടുപേരും തമ്മിൽ ക്ലാഷ് വരുന്നു, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി എന്തോ കാര്യം ചെയ്യുന്നു, അവസാനം അവർ ഒരുമിക്കുന്നു, വേറെ എന്തൊക്കെ സംഭവിക്കുന്നു. NTR ആക്ച്വലി ഇതിന്റെ ട്രെയിലറിൽ തന്നെ വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടീസർ ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു, മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒട്ടും തെറ്റിച്ചിട്ടില്ല, വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തത്. വളരെ മോശം പെർഫോമൻസ്, വളരെ മോശം. ഹൃത്തിക് റോഷന്റെ പെർഫോമൻസ് നമുക്കറിയാം, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. NTR മോശമൊന്നുമല്ല, പക്ഷെ ഇതിൽ വളരെ കയ്യിൽ പോയിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹൃത്തിക് റോഷൻ ആണെങ്കിലും പെർഫോമൻസ് വൈസ് ഓക്കെ, കിട്ടിയ സാധനം അതുപോലെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു മെച്ചമില്ലാത്തൊരു സിനിമ. നമുക്ക് എന്താ പറയുക, ഇതിന്റെ ഫസ്റ്റ് പാർട്ടിനെ നാണം കെടുത്തി, ഫസ്റ്റ് പാർട്ട് ഒരു മനുഷ്യനാണെങ്കിൽ തൂങ്ങിച്ചത്തേനെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആക്കി കൊണ്ടേ വെച്ചിട്ടുള്ളത്. എന്തിനിടേ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് കണ്ടാൽ പോരെ, ഇങ്ങനത്തെ പടം റിലീസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നു. കാര്യമായിട്ട് ഇന്നത്തെ ദിവസം തന്നെ ഒരു മെനില്ല. രാവിലെ 4 മണിക്ക് കഴിഞ്ഞിട്ട് റെഡിയായി പടത്തിന് പോയി കണ്ട്, അത് തിരിഞ്ഞ് വന്ന്, ഉറക്കവും ശരിയായില്ല. അതിൻ്റെ ഉള്ളൊരു എക്സാം ഉണ്ടായിരുന്നു. ഐ മീൻ കുട്ടികൾക്ക് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് തീർത്ത് ആ എക്സാമിന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ വാങ്ങി റെഡി ആക്കി വെച്ച് പോയതാണ് ഇതിന്. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ലായിരുന്നു.
സോ പടം കണ്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ചാനൽ രേഖപ്പെടുത്തുക. ഈ പടം നിങ്ങൾ കാണാൻ പോണ്ട എന്നൊന്നും പറയുന്നില്ല. കാരണം എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ആ പടം ഒരു എബോ ആവറേജ് ഫീൽ തോന്നിയിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കും എബോ ആവറേജ് ഫീൽ തോന്നിയേക്കാം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ആ പടം കാണണ്ട എന്ന് പറയുന്ന അവകാശവും നമുക്ക് ആർക്കില്ല. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും റിവ്യൂസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നിയ ഫീലൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്കും തോന്നുക. കാണണോ കാണണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. സോ പോട്ടെ, ഒന്ന് ഉറങ്ങണം.